everyone, welcome back to X and Y Learning. CM Kids Scholarship 2026-ന്റെ ഭാഗമായിട്ട് നമ്മൾ സോഷ്യൽ സയൻസിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ടുഡേ ഈസ് ദ 18th പാർട്ട് ഓഫ് ദ സെഷൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. Find out the aims of the Mansabdari system implemented by Akbar from the following. അപ്പോൾ നമുക്കറിയാം എന്ത്, അക്ബർ മഹാചക്രവർത്തി, മുഗൾ സാമ്രാജ്യത്തിലെ അക്ബർ ചക്രവർത്തി ഏർപ്പെടുത്തിയിരുന്ന ഒരു സിസ്റ്റമാണ് എന്ത്, മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ പോയിന്റ്സിൽ മൻസബ്ദാരി സിസ്റ്റം എന്താ പറയുക, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള എയിംസ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ടു ക്യാരി ഫോർവേഡ് ഹിസ് റെജീം സ്ട്രോങ്ലി, അതായത് അക്ബറിന് അദ്ദേഹത്തിൻ്റെ എന്ത് വേണം, അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഓപ്ഷൻ 2, ടു എൻഷുർ റിലീജിയസ് ഹാർമണി, മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ടു അലോട്ട് ലാൻഡ് ടു ദ മൻസബ്ദാസ്, മൻസബ്ദാസിന് എന്ത് ചെയ്യണം, ലാൻഡ്, നമ്മുടെ നിലങ്ങളുണ്ടല്ലോ, അലോട്ട് ചെയ്ത് കൊടുക്കണം. ടു എൻഷുർ ദ സപ്പോർട്ട് ഓഫ് ദ നോബിൾസ് ആൻഡ് ദ മിലിറ്ററി, അതായത് നോബിൾസിൻ്റെയും അതുപോലെ തന്നെ മിലിറ്ററി പട്ടാളത്തിൻ്റെയും സപ്പോർട്ട് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേതാണ് മൻസബ്ദാരി സിസ്റ്റം നടപ്പിലാക്കാൻ കാരണമായിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് ടു ക്യാരി ഫോർവേഡ് ഹിസ് റെജീം സ്ട്രോങ്ലി, അക്ബറിന് എന്ത് വേണം, തൻ്റെ സാമ്രാജ്യം മുന്നോട്ട് ശക്തമായിട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ എന്ത് വേണം, നോബിൾസിൻ്റെയും, അതായത് റിച്ച് ആയിട്ടുള്ള ആളുകൾ, മാന്യന്മാരായിട്ടുള്ള നല്ല സ്ഥാനം വഹിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെയും അതുപോലെ തന്നെ മിലിറ്ററി പട്ടാളത്തിൻ്റെയും സപ്പോർട്ട് കിട്ടണം. ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അക്ബറും മൻസബ്ദാരി സിസ്റ്റം കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മൻസബ്ദാരി സിസ്റ്റം നോക്കാം. എന്താണ്? The Mansabdari system was an administrative and military system introduced by Akbar during the Mughal Empire. അപ്പം മുഗൾ കാലഘട്ടത്തിൽ അക്ബർ രാജാവ് കൊണ്ടുവന്നിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേറ്റീവ്, ഭരണപരമായിട്ടുള്ള അതുപോലെ തന്നെ മിലിറ്ററി സിസ്റ്റമാണ് എന്ത്, മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ ഒഫീഷ്യൽസിനെ വിളിച്ചിരുന്ന പേരാണ് എന്ത്, മൻസബ്ദാസ് എന്ന് പറയുന്നത്. ആൻഡ് അവർക്ക് എന്താ ചെയ്യുന്നത്, അവർക്ക് റാങ്ക്സ് കൊടുക്കും, ഓരോ ഡിഫറെൻറ്റ് റാങ്ക്സ് കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് എന്തുണ്ട്, അവർക്ക് ഫിക്സഡ് സാലറി ഉണ്ട്, ഒരു സാലറിയും കിട്ടും. അതുപോലെ തന്നെ മിലിറ്ററി റെസ്പോൺസിബിലിറ്റീസും കിട്ടും, അവർക്ക് പട്ടാളമൊക്കെ ഉണ്ടാവും സ്വന്തമായിട്ട്. ഓക്കെ, ഈച്ച് മൻസബ്ദാർ ഹാഡ് ടു മെയിൻറ്റെയിൻ എ സെർട്ടൈൻ നമ്പർ ഓഫ് സോൾജേഴ്സ് ആൻഡ് ഹോഴ്സസ് ഫോർ ദ എംപറർ. ഓക്കെ, അപ്പോൾ ഇവർക്ക് ആർമി ഉണ്ടല്ലോ, മിലിറ്ററി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരൊരു സെർട്ടൈൻ നമ്പർ ഓഫ്, ഒരു നിശ്ചിത എമൗണ്ട് സോൾജേഴ്സും അതുപോലെ തന്നെ കുതിരകളും എന്തുണ്ടാവും, എംപററിന് വേണ്ടിയിട്ട്, രാജാവിന് വേണ്ടിയിട്ട് അവർ നീക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ അക്ബർ ചക്രവർത്തിക്ക് ഉണ്ടായിട്ടുള്ള നേട്ടം എന്താണ്? ഇറ്റ് ഹെൽപ്ഡ് അക്ബർ ഓർഗനൈസ് ബോത്ത് ഗവേണൻസ് ആൻഡ് ദ ആർമി എഫിഷ്യൻ്റ്ലി, അതായത് ഗവേണൻസ്, ഭരണവും അതുപോലത്തെ അതിൻ്റെ കൂടെ എന്തും ഈ പട്ടാളത്തിനെയും എന്ത് ചെയ്യാൻ പറ്റി, അദ്ദേഹത്തിന് ഓർഗനൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് പറ്റി. ഓക്കെ, അപ്പോൾ മൻസബ്ദാരി സിസ്റ്റം പോലെ തന്നെ നമുക്ക് വേറെ എന്തൊക്കെയുണ്ട്, ജാഗിർദാരി സിസ്റ്റം പഠിക്കാനുണ്ട്, ലാൻഡ് റവന്യൂ സിസ്റ്റം, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം മക്കൾ, പഠിച്ചിട്ട് വേണം പോവാൻ കേട്ടോ. ഈ അടുത്ത ചോദ്യം, വാട്ട് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ ഈസ് ദിസ് സിംബൽ യൂസ് ടു ഇൻഡിക്കേറ്റ്? അപ്പോൾ നമ്മുടെ സർവേ ഓഫ് ഇന്ത്യയുടെ നമ്മുടെ ജോഗ്രഫിക്കൽ മാപ്പിൽ, ഒരു മാപ്പ് ചെറിയൊരു പേജിലല്ലേ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഓരോ ഏരിയാസ് അല്ലെങ്കിൽ ഓരോ വസ്തു എന്താണ് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ സർവേ ഓഫ് ഇന്ത്യ കുറേ എന്ത് ചെയ്യുന്നുണ്ട്, സിംബൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിംബലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ സിംബൽ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സിംബൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊന്ന് പറഞ്ഞാൽ, വളരെ ഈസി ആയിട്ടുള്ള ഒരു സിംബൽ. എന്താണ് ആൻസർ വരുന്നത്? ദ ആൻസർ ഈസ് ഫോർട്ട്, കോട്ടയെ സൂചിപ്പിക്കുന്ന സിംബലാണ് കേട്ടോ ഇത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കുറച്ച് സിംബൽസും കൂടെ ഒന്ന് പെട്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫോർട്ട്. ഫോർട്ടാണ് എന്ത്, നമ്മുടെ ആദ്യത്തെ സിംബൽ നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടായത്. അതുപോലെ ചർച്ച് നോക്കിക്കേ മക്കളെ, മാം ഒന്ന്. ഓക്കെ, ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ഇപ്പം ചർച്ച്, ഒരു റെക്റ്റാങ്കിളിൻ്റെ മുകളിൽ ഒരു ക്രോസ് ഉണ്ടെങ്കിൽ അതെന്താണ്, ചേർച്ച് ആണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ഗ്രേവ് യാർഡ്. ഓക്കെ, ഇങ്ങനെ റാ റാ റാ
ഇങ്ങനെ ഇട്ടാൽ എന്താണത്? ഗ്രേവ് യാർഡാണ് കേട്ടോ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? മോസ്ക്. ഓക്കെ, അതേപോലെ എന്താണ്? ടെമ്പിൾ. ജസ്റ്റ് സിമ്പിൾസ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. PO എന്ന് പറയുന്നത് എന്താണ്? പോസ്റ്റ് ഓഫീസാണ്. അങ്ങനെയാണെങ്കിൽ PS എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷൻ. RH റെസ്റ്റ് ഹൗസ് ആണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് IB എന്താണ്? ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. RS എന്ന് കൊടുത്തിട്ടുള്ള ഒരു സിമ്പിളാണ് എന്ത്? റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒന്നാണ് ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസിൻ്റെ സിമ്പിൾ ഒന്ന് നോക്കി വെക്കണേ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? പെരനിയൽ സ്ട്രീം, അതായത് നമ്മുടെ റിവർ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്ത്? ഡ്രൈ സ്ട്രീമും ഇമ്പോർട്ടൻ്റ് ആണ്, കനാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിൾസ് ഒന്ന് എന്ത് ചെയ്ത് വെക്കണം മക്കൾ? നോട്ട് ചെയ്തിട്ട് വേണം എക്സാമിന് പോവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ പോണ്ട് കൂടെ ഉണ്ടായിരുന്നു. പോണ്ടിൻ്റെ സിമ്പിൾ എന്താണെന്ന് മക്കളൊന്ന് കമൻറ്റിൽ അപ്പോൾ ടൈപ്പ് ചെയ്തിടുക കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതാൻ പോവുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതായത് 2021 മുതൽ 2025 വരെ നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ്, അതായത് നമ്മുടെ പഴയ USS എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ ചാപ്റ്ററുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്തിട്ടുള്ളതാണ്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഏരിയാസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്ട്രാ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ട് എല്ലാവരും നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം നേടിയിട്ട് വരിക. ഓക്കെ, വി വിൽ മീറ്റ് സൂൺ. ബൈ.